കറുപ്പും വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 9-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മുൻ പാകിസ്ഥാൻ ആർമി ജനറലായിരുന്ന നിയാസി ഇന്ത്യക്ക് കീഴടങ്ങി ഒപ്പിടുന്ന ആ പഴയ ചിത്രം തിരഞ്ഞെടുത്ത് തംബ്നെയിലായിട്ട് പോസ്റ്റ് ചെയ്ത് ആ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു 48 മണിക്കൂർ കൂടുതൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യക്ക് ഉണ്ടാവില്ല. ഇത് പലരും എന്നോട്, ഈ വീഡിയോ കണ്ട പലരും എന്നോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇപ്പോഴേ ചാനലിൽ വന്ന് തള്ളിമറിക്കുന്ന കുറേ ജേർണലിസ്റ്റ് ഉണ്ട്. അവർ എയർ ഡിഫൻസ് എന്നൊക്കെ പറയുന്നു. എന്താണ് എയർ ഡിഫൻസ് എന്നുള്ള കാര്യം ഇവർക്കൊന്നും അറിയത്തില്ല. എയർ ഡിഫൻസ് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ എയർഫോഴ്സ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് 1971 പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ്. പാകിസ്ഥാൻ യുദ്ധം നമ്മൾ ജയിച്ചെങ്കിലും നമുക്ക് വളരെ ആൾനാശവും വിമാനത്താവളങ്ങളുടെ നാശവും എയർ ബേസുകളുടെ നാശവും വളരെ ഉണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു. ഇന്ത്യയെ തകർത്തൊരു യുദ്ധമായിരുന്നു 71 പാകിസ്ഥാൻ. നമ്മൾ ജയിച്ചു, പക്ഷേ ഇന്ത്യ തകർന്ന ഒരു യുദ്ധമായിരുന്നു. അത് നമുക്ക് പല വീണ്ടും വിചാരങ്ങളിലോട്ടും നമ്മൾ പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീലങ്കയെ പോലെയുള്ള ഒരു ചെറിയ വ്യോമ മേഖല അല്ല നമുക്കുള്ളത്. വളരെ വൈഡായിട്ടുള്ള ഒരു വ്യോമ മേഖല നമ്മുടെ ഉണ്ട്. അന്ന് എയർഫോഴ്സിനൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു. 71 വാർ വരെ എയർഫോഴ്സിന് വലിയ ബജറ്റ് അലോക്കേഷനൊന്നും ഇല്ലാതിരുന്ന സമയമായിരുന്നു. നമ്മുടെ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ആർമി കരസേന യുദ്ധത്തിലായിരുന്നു, ആൾ യുദ്ധത്തിലായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ചൈനയും ഒരു വലിയ എയർഫോഴ്സ് ആയിരുന്നില്ല, ഒരു ശക്തിയായിരുന്നില്ല. പക്ഷേ 71 നഷ്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ എയർബേസുകളിലെ സുരക്ഷ, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് എക്സ്പോസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ശത്രു വിമാനങ്ങൾക്കും ശത്രുവിൻ്റെ ഇപ്പോഴാണ് ഡ്രോണുകൾ മിസൈലുകൾക്കും ഒക്കെ വളരെ പെട്ടെന്ന് പ്രഹരിക്കാവുന്ന ഒരു ഓപ്പൺ സ്പേസുകളാണ് നമുക്ക് പലയിടത്തും ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് എയർ ഡിഫൻസ് ഗ്രൗണ്ട് എൻവിറോൺമെന്റൽ സിസ്റ്റം എന്നൊരു സാധനം ഉണ്ടാക്കണമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് തീരുമാനിക്കും. 75 ADGS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അന്ന് നമ്മൾ ഈ 7 സീരീസിലും 8 സീരീസിലും 2 സീരീസിലും കുറേ സിഗ്നൽ യൂണിറ്റുകൾ പല ഭാഗങ്ങളിലായിട്ട്, അതായത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ അതിർത്തിയിലായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. 7 സീരീസ് 8 സീരീസ് 2 സീരീസ് പിന്നെ ഡബിൾ ഡിജിറ്റ് റഡാർ. ഇതെല്ലാം വിന്യസിക്കുന്നതിൻ്റെ കാരണം ഈ എഡ്ജസ് എന്ന് പറയുന്ന ഒരു മാലയ്ക്കകത്താണ് ഇതെല്ലാം കൊരുത്തിരുന്നത്. അതായത് ഇതിൽ ഓരോ സിഗ്നൽ യൂണിറ്റും റഡാർ യൂണിറ്റും മൊബൈൽ റഡാർ യൂണിറ്റും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് 75 നമ്മൾ ചെയ്ത ഒരു ഒരുക്കത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ 8, 9, 10 തീയതികളിൽ നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇത്രയും ശക്തമാക്കാൻ നമ്മൾ തുടങ്ങിയത് 75 ഓർക്കുക. അതായത് കഴിഞ്ഞ 50 വർഷത്തിൻ്റെ അധ്വാനത്തിലാണ് നമുക്ക് ഫലം കണ്ടത്. 50 വർഷം നമ്മൾ പൂർണ്ണമായിട്ടും എയർ ഡിഫൻസിലോട്ട് നമ്മൾ കേന്ദ്രീകരിച്ചിരുന്നു. ഈ സമയത്ത് മറ്റൊരുപാട് കാര്യങ്ങളുണ്ടായി, അവാർഡ്സ് ഉണ്ടായി, പിന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകൾ. ഇപ്പം ഞാൻ തന്നെ സർവീസിൽ നിന്ന് മാറിയിട്ട് 25 വർഷത്തോളമായി. ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് സർവീസിനകത്ത് എയർഫോഴ്സിനകത്ത് ഉണ്ടായി. ഈ എയർ ഡിഫൻസ് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ് സിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്യാൻ, അതിൽ 10-15 വർഷത്തോളം വർക്ക് ചെയ്യാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളടുത്ത് ഇത്ര കൃത്യമായിട്ട് ഈ വിവരങ്ങൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഡ്ജസ് സിസ്റ്റത്തിൻ്റെ ഒരു മികവ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാകുന്നു. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് എയർ ഡിഫൻസിൽ ഒരിക്കലും കഴിയില്ല. ഈ യുദ്ധം പൂർണ്ണമായ എയർഫോഴ്സിൻ്റെ യുദ്ധമായിരുന്നു. സാധാരണ എയർഫോഴ്സ് അന്ന് വരെ എയർഫോഴ്സ് ഉണ്ടാക്കിയത് യുദ്ധത്തിന് പോകുന്ന കരസേനയെ സപ്പോർട്ടിങ് സർവീസ് ആയിട്ടായിരുന്നു എയർഫോഴ്സിനെ ആ സമയം വരെ പരിഗണിച്ചിരുന്നത്. പക്ഷേ ഈ യുദ്ധം നമ്മുടെ പിക്ചറെല്ലാം മാറ്റി, 71 ശേഷം തന്നെ നമ്മുടെ പിക്ചറെല്ലാം മാറ്റി എയർഫോഴ്സിന് പ്രാധാന്യം വരുന്ന എയറിലായിരിക്കും നമ്മുടെ സ്ട്രൈക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് എപ്പോഴും അറിയാം. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മുടെ എയർ ബേസുകളാണ് അവർ ലക്ഷ്യമിട്ടത്. അത്രയും
എയർബേസിലൊന്നും അവർക്ക് കടന്നു കയറാൻ പറ്റാത്ത കാരണം നമ്മുടെ എയർ ഡിഫൻസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോൺ മഴ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പലസ്തീൻ അല്ലെങ്കിൽ ഹമാസുകാർ ഇസ്രായേലിലേക്ക് അയച്ച ഡ്രോൺ മഴയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെയും വീക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ, അതായത് ഒത്തിരി ആയുധങ്ങൾ എതിരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ സംശയമുണ്ടാവും. 5000-ഓളം റോക്കറ്റുകൾ ഒരുമിച്ച് അയച്ചാണ് അവർ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ ഹമാസ് തീർത്തത്. അതേപോലെ ഇന്ത്യയുടെ S-400 തീർക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ കയ്യിലിരുന്ന എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് പ്രയോഗിച്ച് നോക്കിയത്. അത് കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി ഇത് യുദ്ധം തീരാൻ പോകുന്ന സമയമാണ്. ഇത് മിച്ചം കയ്യിലുണ്ടായിരുന്ന പടക്കോപ്പുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയ്ക്ക് പാകിസ്ഥാനിലുണ്ടായ ഭൂചലനങ്ങൾ ഇത് വായിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ മനസ്സിലാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു സെക്യൂരിറ്റി സംബന്ധമായ കാര്യമായതിനാൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അത് ഭൂകമ്പങ്ങളും ന്യൂക്ലിയർ പരീക്ഷണങ്ങളും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസും ഒക്കെ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് അതും യുദ്ധം പെട്ടെന്ന് തീരുന്നതിന് ഒരു കാരണമായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമ്മൾ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ വരും കാലങ്ങളിൽ ഈ ഭൂചലനങ്ങളെയും പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതിനെയും പറ്റിയിട്ട് ചില നറേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ മദർ ഓഫ് ആൾ ബോംബ്സ് എന്ന് പറയുന്ന മാതിരി ഈ മദർ ഓഫ് ആൾ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് നമ്മൾ ആരും ഉദ്ദേശിച്ചിരുന്ന ഒരു കൺട്രി അല്ല, അത് തുർക്കിയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. എല്ലാ ആയുധങ്ങളും തുർക്കിയുടെ ആയുധങ്ങളാണ്. നമുക്ക് ഈ യുദ്ധം നമുക്ക് ക്ലിയർ ആക്കി തന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ചൈനയുടെ വെപ്പൺസ് ചൈന ഏതൊക്കെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതൊന്നും ലക്ഷ്യം കാണില്ല എന്ന് ചൈനക്കാർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. വാങ്ങിച്ച രാജ്യക്കാർ പൊട്ടന്മാരായതുകൊണ്ട് അവരത് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ 3ാമത്തെ മേജർ യുദ്ധത്തോടെ നമുക്ക് മനസ്സിലായ 2 കാര്യങ്ങൾ. ഒന്ന്, ചൈനീസ് ആയുധ സംവിധാനത്തിൻ്റെ അപര്യാപ്തതകൾ നമുക്ക് മനസ്സിലായി, അതിൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് തീവ്രവാദ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു നമ്മൾ കാണുന്ന ചൈനയോ പാകിസ്ഥാനോ അല്ല. യഥാർത്ഥ ശത്രുക്കൾ അമേരിക്കയും ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറയുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈയിടയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ 2 ഇന്റർവ്യൂവിൻ്റെ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒന്നിൽ പുള്ളിക്കാരൻ തന്നെ പറയുന്നത് കഴിഞ്ഞ 30 വർഷമായി ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമായിട്ട് ഒരു ഡേർട്ടി ജോബാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഡേർട്ടി ജോബാണ് ടെററിസത്തെ അനുകൂലിക്കുന്നത്. ഈ ടെററിസത്തെ അനുകൂലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നടിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനും തന്നെയാണ് നമ്മുടെ ഏറ്റവും ശത്രുക്കളായിട്ട് മാറ്റി നിർത്തേണ്ടവർ. അവർ മാറ്റി നിർത്തണമെന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ പുറത്ത് എപ്പോഴും ഒരു 2ാമത്തെ കണ്ണും കൂടെ വേണം. ഒറ്റ കണ്ണ് പോരാ, അവർക്ക് 2 കണ്ണ് നമ്മൾ വേണം. കാര്യം അവർ നമ്മുടെ കാര്യം ഇന്ത്യ ഒരു ലോകശക്തിയായിട്ട് ഉയർന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും ഉള്ള ഒരു രാജ്യം ഇംഗ്ലണ്ടാണ്. അതേപോലെ ബ്രിട്ടൻ മാത്രമല്ല, അതേപോലെ അമേരിക്കയ്ക്കും ഇന്ത്യ ഒരു ഡിസിസീവ് പവർ ആവുന്നത് അവർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവരുടെ കാര്യം നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പറഞ്ഞ ആൾ തന്നെ പിറ്റെന്ന് പറയുന്നത് 2 ദിവസമായിട്ട് ഞാനും എൻ്റെ വൈസ് പ്രസിഡന്റും ഉറക്കം ഒഴിഞ്ഞിരുന്നാണ് ഈ വെടിനിർത്തലിന് സമ്മതിച്ചത്. അപ്പോൾ ഈ ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പാകിസ്ഥാനും ചൈനയും പോയിട്ട് അമേരിക്കയും നമ്മുടെ താല്പര്യങ്ങൾക്കെതിരാണ് ലോകത്ത് ഒരു വൈഡായിട്ടുള്ള ഒരു ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് ബ്രിട്ടനും നമുക്കെതിരാണ്, യൂറോപ്യൻ രാജ്യങ്ങളും എതിരാണ്. മൊത്തത്തിൽ നമ്മുടെ ലോകത്തിന് മൊത്തം എതിരിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആകെ എപ്പോഴും നമ്മുടെ കൂടെ സഹായിയായിട്ട് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് റഷ്യയാണ്. റഷ്യയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം റഷ്യയും ഉത്തര കൊറിയയും ചൈനയുമായിട്ടൊക്കെ ചില ഇടപാടുകൾ നമുക്കെതിരായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ നീക്കങ്ങൾ നമുക്കൊരിക്കലും അനുകൂലങ്ങളല്ല. അപ്പോൾ നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ നമുക്കെതിരാണെന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി യൂറോപ്പിൻ്റെ
യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ തുർക്കിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ വെപ്പൺസ് വേൾഡ് വൈഡായിട്ട് വിറ്റയ്ക്കുന്നത്. നമ്മുടെ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അവർ വാങ്ങിക്കുന്ന ചൈനയിൽ നിന്നാണ്. പക്ഷെ ചൈനയിൽ നിന്നുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യക്ക് മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചത് തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളും അവരുടെ ആധുനിക ഇലക്ട്രോണിക് വാർഫെയറുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളോ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളോ അല്ല, മറ്റ് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളോ അല്ല നമുക്ക് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് വെച്ചാൽ തുർക്കിയാണ്. എന്നിട്ട് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഒരു വിമാനം നിറയെ സഹായങ്ങളും സാമഗ്രികളൊക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. തുർക്കിയിലെ സുൽത്താനാണ് ഖലീഫയെന്നും ആ ഖലീഫയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നും പറഞ്ഞ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ലോകത്തിലെ ഭീകരവാദങ്ങളും കമ്മ്യൂണൽ അൺട്രസ്റ്റും വളർത്തുന്ന കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ശക്തിയാണ് യൂറോപ്യൻ കൺട്രിയായ തുർക്കി. ഇടയ്ക്ക് നമ്മളെ വാഴക്കുല ചിന്തയ്ക്ക് പോയപ്പോഴത്തേക്ക് ഈസ്റ്റാംബൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല, എനിക്ക് തുർക്കി കാണാൻ പറ്റിയില്ല എന്നൊക്കെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പിണറായി സർക്കാർ അവിടെ പോകുമ്പോൾ ഉണ്ടായപ്പോൾ 10 കോടി രൂപ ക്യാഷായിട്ട്, മോദി കൊടുത്തത് സാധനങ്ങളായിട്ടായിരുന്നു, 10 കോടി രൂപ ക്യാഷായിട്ട് കേരളത്തിൻ്റെ ബജറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഭീകരതയ്ക്ക് എതിരാണല്ലോ, അതുകൊണ്ട് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 10 കോടി രൂപ നമ്മൾ കൊടുത്ത് സഹായിച്ച ഒരു രാജ്യമാണ് നമുക്ക് നല്ലൊരു സഹായം ചെയ്തത് ഇന്ത്യക്ക്. എന്നിട്ടും തുർക്കിയുടെ നിലപാടുകളിൽ പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ജാഥ നടത്താനോ ഒന്നും കേരളത്തിലോ ഇന്ത്യയിലോ ആരും തയ്യാറല്ല. കാര്യം അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക ചില അജണ്ട ഉണ്ട്. പക്ഷേ ഇന്ത്യ ക്ലിയറായിട്ട് മനസ്സിലാക്കിയത് പാകിസ്ഥാന് ആയുധം കൊടുത്ത് സഹായിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്, അവരൊക്കെ നമുക്ക് പാരയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അവരെ ഇൻ്റർനാഷണൽ രീതിയിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഈ യുദ്ധത്തിൽ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ എന്തുകൊണ്ട് ബ്രഹ്മോസ് ഉപയോഗിച്ചില്ല? ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു ആയുധം നമ്മുടെ ആയുധപ്പുരയിലുണ്ട്. പക്ഷെ ആ ബ്രഹ്മോസിൻ്റെ ഉദ്ദേശം 100-150 കിലോമീറ്റർ അല്ല. അതിൻ്റെ ഉദ്ദേശം അതിനെ നമ്മൾ ചൈന ബോർഡറിലാണ് നമ്മൾ കൂടുതൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ചൈന ബോർഡറിലെന്ന് മാത്രമല്ല, ചൈനയുമായിട്ട് നല്ല ബന്ധം പുലർത്താത്ത രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ ബ്രഹ്മോസ് വിൽക്കുന്നുമുണ്ട്. ഈ നൂറ്റാണ്ടിൻ്റെ പകുതി എത്തുമ്പോൾ 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകുമ്പോഴത്തേക്ക് ലോക ആയുധ വിപണിയുടെ 20-25% വരെ ഇന്ത്യ നിയന്ത്രിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കാര്യം ഇത്രയും കോസ്റ്റ് കുറച്ച് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും മേജറായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 10-20 വർഷം ഇവിടുത്തെ സഹാക്കൾ ചോദിക്കുമായിരുന്നു, അങ്ങോട്ട് റോക്കറ്റ് വിട്ടാൽ നമ്മളെന്താ പഠിക്കാൻ പോകുന്നത്, നമുക്കെന്താ നേട്ടം? ISRO റോക്കറ്റ് വിട്ടാൽ അതിന് ബജറ്റ് കൂടുമ്പോഴത്തേക്ക് ഇവിടുത്തെ സഹാക്കൾക്ക് കുരു കൊണ്ടുപോയായിരുന്നു. നമ്മളെന്തിനാ സ്പേസിൽ ഇത്രയും ഇട്ടിട്ട് നമ്മളത് പൊട്ടിക്കാൻ പോകുന്നത്, അതിനൊക്കെ വെറുതെ വേസ്റ്റ് ആണെന്ന് പറയും. ഇവർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ഈ ഓരോ സ്പേസ് മിഷനും നമ്മുടെ ഒരു വെപ്പൺ മിഷനും കൂടെയാണ്. ഇതിനെ രണ്ടും ഒരേ രീതിയിലുള്ള ടെക്നോളജി ഒന്നാണ്, ഉപയോഗിക്കുന്നത് 2 രീതിയിലാണെന്നുള്ളൂ. ഒരു സാറ്റലൈറ്റ് നമുക്ക് കൃത്യമായിട്ട് വിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ മിസൈലും അത്രയും കൃത്യതയോടെ പോയിന്റഡായിട്ട് വിക്ഷേപിക്കാൻ കഴിയുമെന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ 50 വർഷം അല്ലെങ്കിൽ 75 വർഷമായിട്ട് നമ്മൾ നേടിയ സ്പേസിലെ മേൽക്കൈ നമുക്ക് യുദ്ധതന്ത്രത്തിൽ നമുക്ക് വളരെ ഒരു അസറ്റാണ്. അതും കൂടെ നമുക്ക് ഈ തരുണത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. പലരും ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മളെന്തുകൊണ്ട് ബ്രഹ്മോസ് ഉപയോഗിച്ചില്ല, നമ്മളെന്തിനാ വെറുതെ ബ്രഹ്മോസ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്? ബ്രഹ്മോസ് റഷ്യ പോലും ഉപയോഗിക്കുന്നില്ല. അതിന് ചില പ്രത്യേക ബ്രഹ്മോസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതിൻ്റെ പുറകിൽ ചില പ്രത്യേക മിഷൻസ് ഉണ്ട്, പ്രത്യേക ആവശ്യങ്ങളുണ്ട്. ഒരു സ്പെഷ്യൽ പർപ്പസ് സാധനമാണ്. അത് ഉപയോഗിക്കേണ്ടവർക്കെതിരെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോഴും ഇന്ത്യ ഉപയോഗിക്കും. അതുവരെ അതിന് പ്രത്യേകിച്ച് റോൾ, പാകിസ്ഥാനിൽ അതിന് പ്രത്യേകിച്ച് റോളൊന്നും ഡിഫൻസ് വിദഗ്ധർ കാണുന്നില്ല. നന്ദി, നമസ്കാരം.